ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. നല്ല കാറ്റുമുണ്ട്. ഇപ്പോൾ കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ തന്നെ നല്ല മഴയൊക്കെയാണ്. അപ്പം ഈ ഒരു മെയ് മാസത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മെയ് മാസത്തിലൊക്കെ മഴ പെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമൊന്നും മെയ് മാസത്തിൽ മഴ പെയ്തായിട്ടൊന്നും ഓർക്കുന്ന പോലുമില്ല. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു മെയ് മാസത്തിലുള്ള ഈ ഒരു മഴയൊക്കെ നല്ല മഴയാണ്. മഴക്കാലം പോലെ നല്ല മഴയാണ്. ഇപ്പോൾ മഴക്കാലം തുടങ്ങാൻ ഇപ്പോൾ അധിക ദിവസമൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ ഏകദേശം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ഇനിയും കുറേ പണികൾ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മഴയൊക്കെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അവിയൽ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു അവിയൽ റെസിപ്പി, അവിയൽ ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആ പച്ചക്കറികളൊക്കെ ഒന്ന് അവിയലിൻ്റെ പാകത്തിനൊന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ ഞാനിവിടെ അവിയലിൻ്റെ പാകത്തിന് അവിയലുണ്ടാക്കുന്നതിൻ്റെ പാകത്തിന് ഞാനിവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേന, പയർ, മുരിങ്ങയ്ക്ക, ബീൻസ്, കായ, ക്യാരറ്റ്, കൈപ്പയ്ക്ക, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ, വെള്ളരിക്ക, കോവയ്ക്ക ഇതൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ഞാൻ ഇത്രയും സാധനങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ അവിയൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ ആ അവിയൽ നന്നായി ഒന്ന് കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് ഞാൻ ഉരുളിയിലാണ് അവിയൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളിയിലാവുമ്പോൾ അതിന് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഉരുളിയിലേക്ക് ആ കഷ്ണങ്ങളൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഉരുളിയിലേക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഞാൻ ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഞാൻ അതിൽ പച്ചമുളക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴുത്ത പച്ചമുളകും ഞാൻ അതിലിട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞാൻ അതിലിട്ടു. പിന്നെ അവിയൽ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തീയാണിപ്പോൾ കത്തണുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി. ഇപ്പോൾ ഒന്നാമതിപ്പോൾ മഴയും പെയ്തു. ഇപ്പോൾ വിറകൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനിപ്പോൾ പ്രയാസമാണ്. പിന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയത് കാരണം കൊണ്ട് വിറകുണ്ടാക്കാനും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ അപ്പോൾ അത് കാരണം കൊണ്ട് വിറകും കുറച്ച് കുറവാണ്. അതുകൊണ്ട് കത്താൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഒരു പുക ഇങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ കത്തിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കത്തിക്കോളും. ഇതൊന്ന് ആദ്യമൊന്ന് തീയൊന്ന് പിടിച്ച് കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അടുപ്പിൽ ഞാൻ ഓടക്കോല് വെച്ചിട്ട് ഞാൻ കുറേ ഊതി നോക്കി. പക്ഷേ കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ലൈറ്ററിൽ ഓല എടുത്തിട്ട് കത്തിച്ചിട്ട് അങ്ങനെ ഞാൻ അടുപ്പ് കത്തിച്ചത്. അപ്പോൾ ഉരുളിയിൽ ഞാൻ ഈ സംഭവങ്ങളെല്ലാം സെറ്റാക്കി ഞാൻ അടുപ്പത്ത് വെച്ചു. അത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി അതിലേക്കുള്ള അരപ്പുകൾ തയ്യാറാക്കണം. അതൊന്ന് വെന്ത് വരുന്നവരേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ട കാര്യം അതവിടെ കിടന്നിട്ട് വേവട്ടെ. അടുപ്പ് ഇപ്പം നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേവട്ടെ. ഇനി അവിടെ കിടന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങയും ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സവാളയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകും ജീരകമൊക്കെ കൂടെ ചേർന്ന് ഞാൻ അരച്ചെടുത്തു. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അവിയൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അവിയൽ കഷ്ണങ്ങൾ ഒരുപാട് വേവാനൊന്നും പറ്റില്ലല്ലോ, വെന്തുടയാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അത് പാകത്തിന് മാത്രമേ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് അതുപോലെ തേങ്ങ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾക്കറിയാം. എനിക്കറിയാവുന്ന രീതിയിലുള്ളൊരു അവിയൽ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ച തേങ്ങയൊക്കെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതൊന്ന് അറിയാലോ, തേങ്ങയൊക്കെ അരച്ച് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടൊന്നും നമുക്കതിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൽ ഏകദേശം കുറച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിലേക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ സെറ്റാവും.
അപ്പോൾ തൈരിലേക്ക് തൈര് എഴുതുകൊണ്ടിരിക്കുകയാണ്. ഇനി അതൊന്ന് നന്നായി ഇളക്കി വെളിച്ചെണ്ണയും കൂടിയും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ എൻ്റെ ഇന്നത്തെ അവിയൽ ഇവിടെ സെറ്റായി വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ അവിയലിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഈ ഒരു അവിയൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.